എത്രയും വേഗം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി പരിക്കേറ്റ കൊമ്പനെ ചികിത്സിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ദിവസങ്ങൾ കഴിയുന്തോറും ആനയുടെ ആരോഗ്യം മോശമാകുന്നുണ്ട്. അത് ദൗത്യത്തിന് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും വനം വകുപ്പ് കണക്കുകൂട്ടുന്നു. കോടനാട് അഭയാരണ്യത്തിൽ ആനയെ പാർപ്പിക്കാനുള്ള കൂടിന്റെ നിർമ്മാണവും ആനയെ കൊണ്ടുവരുന്നതിനുള്ള എലിഫന്റ് ആംബുലൻസ് സജ്ജീകരിക്കുന്നതിനുള്ള ജോലികളും പുരോഗമിക്കുകയാണ്. അരുൺ സക്കറിയ കോടനാടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആനിമലിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി വരുന്നുണ്ട്. അപ്പം സെപ്റ്റിസിമിക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്കുണ്ട്. ടീമെല്ലാം പ്രിപ്പയർഡാണ്. എവറിത്തിങ് സെറ്റാണ്. ദെൻ ട്രാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആനിമലിനെ ട്രാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഏരിയയിൽ കിട്ടണം ആനിമലിനെ. പ്രശ്നം ഇപ്പുറത്തെ പുഴയാണ്. മങ്ങിക്കഴിഞ്ഞാൽ പുഴയിലേക്ക് പോരുത്. ഇപ്പുറത്താണ് കുന്നാണ്. അവിടേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ലോറിയിൽ കയറ്റാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ കൺവീനിയൻ്റ് ഒരു സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യൂ. നാളെ നടക്കാനിരിക്കുന്ന ദൗത്യത്തിന്റെ മോക്ക് ഡ്രിൽ ഇന്ന് വൈകിട്ട് അതിരപ്പള്ളിയിൽ നടക്കും. നിലവിൽ പരിക്കേറ്റ കൊമ്പൻ പ്ലാന്റേഷൻ വഞ്ചിക്കടവ് ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. നമ്മളതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുങ്കികൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ വിട്ട് പോകാതെ തന്നെ നിൽക്കുകയാണ്. അനുയോജ്യമായ സാഹചര്യം ലഭിച്ചാൽ നാളെ അതിരാവിലെ ഡാർട്ട് ചെയ്യാനാണ് തീരുമാനം. അതേസമയം കുങ്കിയാനകളെ കാണാൻ പൊതുജനം എത്തുന്നത് കണക്കിലെടുത്ത് വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു. നാളെ പ്ലാന്റേഷൻ പരിസരത്ത് പ്രാദേശിക അവധി കൊടുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.